എന്തോ മാല ഇരുന്ന് അമ്മാവനെ ഇച്ചിരി ടൈറ്റ് ആണെന്ന്, അപ്പൊ ഈ മാല ഒന്ന് പണയം വെക്കാൻ ചോദിച്ചു, അത് കൊടുക്കാനാ. മാലയൊന്നും ഊരാൻ പറ്റത്തില്ല, ഇവിടെ ഈ മാല കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൾക്ക് ഞാൻ ചോദിച്ചത് നീ തന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അമ്മാവന് കൊടുക്കുന്നത് എങ്ങനെയാ? എടാ ഞാൻ ആവശ്യം കഴിയുമ്പോൾ ഉടനെ എടുത്തു തരാടാ. അത് എന്റെ അമ്മാവ കാര്യം ശരി, ആ മാല കൊടുക്കാൻ പറ്റത്തില്ല, അത് അത്രേ ഉള്ളൂ. ആ മാല കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ മോളെ ഇവൻ എന്തൊക്കെ ഈ പറയുന്നത്? എന്നെ വിശ്വാസമില്ല അത്രയ്ക്ക്. എടാ എടുത്തു തരാടാ ഞാന്. നമ്മുടെ അമ്മാവനല്ലേ ചേട്ടാ? ആ മാല കൊടുക്കാൻ പറ്റില്ല. ആ മാല കൊടുത്താൽ വലിയ വിഷയം ഉണ്ടാവും. ഇത് എന്റെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? എടാ വീട്ടുകാരോട് പറയാതിരുന്നാ പോരെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ എടുത്തു തരത്തില്ലോ ഇത്. എനിക്ക് അങ്ങനെ പറ്റത്തില്ല, എന്റെ വീട്ടുകാരോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ അച്ഛനും അമ്മയോട് എനിക്ക് ഏത് കാര്യവും പറയാൻ പറ്റത്തുള്ളൂ. എന്റെ അച്ഛനും അമ്മയും ചോദിച്ചാൽ എന്താ പറയും ഞാൻ? അച്ഛനോടൊന്നും പറയണ്ട, പെട്ടെന്ന് ഞാൻ എടുത്തു തരാം. വിശ്വാസക്കുറവ് കൊണ്ടൊന്നുമല്ല, ആ മാല കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും. എങ്ങനെ ജയിലിൽ പോന്നേ? ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. അപ്പോഴോ ഞാൻ കൊടുത്ത് കേസ് കൊടുക്കും. കേസ് കൊടുത്ത് നമ്മളെല്ലാം ജയിലിലാക്കും. അത് പ്രത്യേകിച്ചും അമ്മാവനെ. എന്തൊരു ചെറുക്കനത് ഈ കഴിവറമ്മന്റെ ആരാണ് വന്നപ്പോ ഞാൻ പറയാൻ വേണ്ടാന്ന്. അപ്പൊ നീ അല്ലെങ്കിൽ തുള്ളി കഴിയുന്നത് നീ നിന്നെ തന്തേ ആണ്ടിരിക്കുന്നേ. ഇപ്പൊ പഠിച്ചോ നീ? വെക്കാൻ പറ്റാത്ത തരത്തില്ല. എന്തൊരു കള്ളനെ ചെറുക്കൻ. ഇവനെ വല്ല തന്തയും തള്ള എല്ലാരും കള്ളന്മാരാ. ആ നാട്ടിൽ നിന്ന് ആരാനെ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി മേലെ ഈ വീട്ടിൽ ഞാൻ കാലൊക്കെ തരാം. നോക്കിയോ, അനുഭവിക്കടി നീ. മുറിഞ്ഞോടാ. ഞാൻ പറയുന്നത്